ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. സന്തോഷ്, കണ്ണൂരിൽ എവിടെ മാടായി ഭാഗത്തായിരുന്ന ഉപതെരഞ്ഞെടുപ്പ്, വിശദാംശങ്ങൾ എന്താണ്? ശരത്ത്, കണ്ണൂർ ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ മാടായി പഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ LDF തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി മണി പവിത്രനാണ് 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. UDFിലെ N പ്രസന്നയെയാണ് പരാജയപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ കണിച്ചാർ പഞ്ചായത്തിലെ 6ാം വാർഡിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കണിച്ചാറിലും ഇപ്പോൾ LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. 199 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി രതീഷ് പൊരുന്നൻ വിജയിച്ചത്. 2 സ്ഥലങ്ങളിലും LDF സീറ്റ് നിലനിർത്തുകയായിരുന്നു. ഈ 2 സ്ഥലങ്ങളിലും LDF അംഗങ്ങൾക്ക് ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ആ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ശരി, ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. 2ഇടത്താണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. 2ഇടത്തും LDF തന്നെ വിജയിച്ചു, നിലനിർത്തി എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാം. മലപ്പുറത്ത് ആലങ്കോട് പഞ്ചായത്തിൽ 18ാം വാർഡ് പെരുമുക്ക് LDF പിടിച്ചെടുത്തു എന്ന വിവരമാണ് വരുന്നത്. UDFിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു മലപ്പുറത്തെ ആലങ്കോട് പഞ്ചായത്തിലെ 18ാം വാർഡ്. അതിപ്പോൾ LDF വിജയിച്ചിരിക്കുന്നു. അവിടെ അബ്ദുറഹ്മാൻ വിജയിച്ചു. അതേസമയം മഞ്ചേരി നഗരസഭ കരുവമ്പ്രം ഡിവിഷൻ UDF വിജയിച്ചിരിക്കുകയാണ്. UDFിലെ ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് എന്ന വിവരമുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച കോന്നിയിൽ 12ാം വാർഡ് LDF വിജയിച്ചു. മിനി രാജീവാണ് വിജയിച്ചത്. നിലവിൽ LDF ഭരിക്കുന്ന പഞ്ചായത്താണ് പുളിഞ്ചാണി വാർഡ്. അവിടെ LDF വിജയിച്ചു എന്നുള്ള മറ്റൊരു വിവരം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രദേശത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൊല്ലത്തേക്ക് പോയാൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് LDF നിലനിർത്തി. LDFിലെ SR മഞ്ജു 87 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതുപോലെ തന്നെ കൊല്ലം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് UDFിനാണ്. UDFിലെ അഡ്വക്കേറ്റ് ഉഷ തോമസ് 49 വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു. അതുപോലെ പടിഞ്ഞാറേക്കല്ലട, കൊല്ലം ജില്ലയിലെ തന്നെ പടിഞ്ഞാറേക്കല്ലട 5ാം വാർഡ് LDF പിടിച്ചെടുത്തു എന്ന വിവരമാണ്. LDF സ്ഥാനാർത്ഥി സിന്ധു കോയിപ്പുറത്ത് 92 വോട്ടുകൾക്കാണ് വിജയിച്ചത്. UDF മെമ്പർ മരിച്ചതിനെ തുടർന്ന് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. UDF സീറ്റ് അവിടെ ഈ പടിഞ്ഞാറേക്കല്ലടയിലെ 5ാം വാർഡ് LDF പിടിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ അതിരമ്പുഴയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, UDFിൻ്റെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. അതിരമ്പുഴ പഞ്ചായത്ത് 3ാം വാർഡിൽ കേരള കോൺഗ്രസ് M വിജയിക്കുകയുണ്ടായി. TD മാത്യു, LDFിലെ TD മാത്യു ആണ് വിജയിച്ചത്. കോൺഗ്രസിലെ സജി തടത്തിൽ രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് TD മാത്യു, കേരള കോൺഗ്രസ് M, അതിരമ്പുഴയിൽ വിജയിച്ചത്. സനോജ് കൃത്യം സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സനോജ്, അതിരമ്പുഴ പഞ്ചായത്തിലാണിപ്പോൾ LDF വിജയിച്ചിട്ടുള്ളത്. UDFിൻ്റെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് മാണി ഗ്രൂപ്പ് പിടിച്ചെടുത്തു അല്ലേ? ശരത്ത്, സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല, മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ കോൺഗ്രസ് 98 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡ് ഇത്തവണ LDF 214 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം വലിയ ഒരു ഭൂരിപക്ഷത്തിൽ LDFന് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിരമ്പുഴ പഞ്ചായത്തിലെ 3ാം വാർഡിലാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് അതിരമ്പുഴ പഞ്ചായത്തിലെ 3ാം വാർഡിലും രണ്ടാമത്തെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുമാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് ആ സീറ്റിൽ ലീഗ് മത്സരിച്ചു. ആ സീറ്റിൽ ലീഗ് വിജയിച്ചു. അത് നിലനിർത്തി എന്നുള്ളതാണ്. പക്ഷേ അതിരമ്പുഴയിലേക്ക് വരുമ്പോൾ കാര്യം മറ്റൊന്നാണ്. അതിരമ്പുഴ പഞ്ചായത്തിൽ സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് 98 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സിറ്റിംഗ് സീറ്റ് ഇത്തവണ LDF 214 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിരമ്പുഴ പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത്? LDF ആണോ UDF ആണോ?
നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അതിരമ്പുഴ പഞ്ചായത്ത് എന്ന് പറയപ്പെടുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്താണ്. പ്രത്യേകിച്ച് വളരെ ചെറിയ വഴികളായിരുന്നു, ഇടുങ്ങിയ റോഡായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അതിരമ്പുഴയെ വികസനത്തിൻ്റെ പന്താവിലേക്ക് കൊണ്ടുവരുവാൻ സ്ഥലം MLA യും മന്ത്രിയുമായിട്ടുള്ള VN വാസവന് കഴിഞ്ഞു. ഇന്ന് അതിരമ്പുഴ ടൗണിലെത്തിയാൽ അതിരമ്പുഴ ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. പഴയ അതിരമ്പുഴയാണോ എന്ന് പോലും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത്തരത്തിൽ LDF ആ പ്രദേശത്ത് വലിയ തോതിലുള്ള ഒരു വികസനം നടപ്പാക്കിയിട്ടുണ്ട്. അതുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ശരി സനോജ്, വളരെ പ്രധാനപ്പെട്ടതാണ് മധ്യ തിരുവിതാംകൂറിലെ ഈ ഫലം LDF-നെ സംബന്ധിച്ച്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങൾ എന്നുള്ളതാകെ മുന്നണികൾ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി അടുത്ത വർഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കാൻ പോകുന്നു. അതിനടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ നിലയിലുള്ള ഒരു സമയത്തെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം എന്നത് മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്.